ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും ശാന്തശീലരും എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും സ്നേഹിക്കുന്നതായ, കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവരായിട്ടുള്ള തിരുവോണം നക്ഷത്രക്കാരിൽ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ 2ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും, ലാഭാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ. സാമ്പത്തികപരമായിട്ടായാലും ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ജൂൺ മാസം പകുതിക്കു ശേഷം സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തേക്ക് വരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ലാഭാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിലോ 4ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും എല്ലാം കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെ പുരുഷ സൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്.